അന്ത്യകാല ഉണർവിന് തടസ്സമായി നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. കാരണം നമ്മളാണ് ഉണർവിന് തടസ്സം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് എൻ്റെ ഉണർവിന് തടസ്സം. കാരണം ഞാൻ ഉണർന്നാൽ മാത്രമേ എന്നിലൂടെ എൻ്റെ ചുറ്റുപാടുമുള്ളവർ, എൻ്റെ സഭയ്ക്കകത്തുള്ളവർക്ക് ഒരു ഉണർവ് സംഭവിക്കണമെങ്കിൽ എൻ്റെ അകത്ത് ആദ്യം ഒരു ഉണർവുണ്ടാകണം. അപ്പോൾ ഉണർവിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കാരണം 4 സുവിശേഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ വരെ കർത്താവിനോട് ചോദിച്ച ആദ്യത്തെ ഒരു കാര്യമാണ്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. കാരണം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്തു. വേണമെങ്കിൽ ശിഷ്യന്മാർക്ക് ചോദിക്കാമായിരുന്നു, കർത്താവെ എന്തുകൊണ്ടാണ് അങ്ങ് മണ്ണിൽ തുപ്പി ആ ചേറുണ്ടാക്കി അതിനെ എടുത്ത് ഒരാളുടെ കണ്ണിൽ പൂശി സൗഖ്യമാക്കിയ ആ ഐഡിയ അല്ലെങ്കിൽ ആ വിദ്യ ഒന്ന് പഠിപ്പിച്ചു തരണമെന്നല്ല ശിഷ്യന്മാർ ചോദിച്ചത്. അല്ലെങ്കിൽ മറ്റ് പല അത്ഭുതങ്ങളൊക്കെ കർത്താവ് ചെയ്ത് അതിൻ്റെ ഏതെങ്കിലും ഒന്ന് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണമെന്നല്ല. അവർ ചോദിച്ചൊരു കാര്യം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ കണ്ടത് അത്ഭുതങ്ങൾ മാത്രമല്ല, ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ മുമ്പിൽ, അതിനു മുമ്പേ മലയിൽ കയറി പ്രാർത്ഥിക്കുന്ന, ഒരു മലമേൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കർത്താവ് ഇറങ്ങി വരികയും ഒരു വാക്ക് പറയുമ്പോൾ, ഒന്ന് നോക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്ന അത്ഭുതങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് കർത്താവിനോട് ചോദിച്ചത്. അപ്പോൾ ആദ്യം ഈ യേശു ക്രിസ്തു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. ഇന്ന് പലരും പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടാത്ത ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ രാജ്യങ്ങൾ നമ്മൾ കെട്ടിപ്പടുക്കുമ്പോൾ കർത്താവിൻ്റെ രാജ്യം വരണമേ, പിതാവേ അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഹിതം സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലുമാകണമേ. ഈ ഒരു പാറ്റേൺ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുകയാണ്. അതിനകത്ത് ഭയങ്കര റെവലേഷനുകളുണ്ട്. കാരണം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ സഭയ്ക്കകത്ത് ഇല്ലാത്ത ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പ്, ആദ്യകാലം 100 വർഷങ്ങൾക്ക് മുമ്പ് കുക്കു സാഹിബിൻ്റെ കാലത്ത് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ച ഒരു റിവൈവലുണ്ട്. ഈ കുക്കു സാഹിബ് റിവൈവലുമായി കേരളത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഈ റിവൈവൽ പ്രാപിച്ചുകൊണ്ട് വന്നത് അസൂസ സ്ട്രീറ്റിൽ നിന്നാണ്. അസൂസ സ്ട്രീറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഉണർവ് നടന്ന സ്ഥലമാണ് അസൂസ സ്ട്രീറ്റ്, വെയിൽസ്, അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിൽ. അല്ലെങ്കിൽ ഷില്ലോങ് എന്ന് പറയുന്ന റിവൈവൽ. ഈ ഷില്ലോങ് റിവൈവലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. 3 മാസം ഒരു കൂട്ടം ചെറുപ്പക്കാർ വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് 3 മാസക്കാലം ഷില്ലോങ്ങിൻ്റെ റിവൈവലിന് വേണ്ടി വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. ദൈവരാജ്യത്തിൻ്റെ മഹത്വം, ദൈവരാജ്യത്തിൻ്റെ ശക്തി ഷില്ലോങ് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥന തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ തെരുവോരങ്ങളിൽ നിന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് അന്യഭാഷ പറയുന്നു. സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്നു. മദ്യപിച്ചുകൊണ്ടിരുന്നവരൊക്കെ പെട്ടെന്ന് അന്യഭാഷ പറയുന്നു, അഭിഷേകത്തിൽ നിറയുന്നു, തിയേറ്ററുകൾ അടച്ചുപൂട്ടുന്നു. ഭയങ്കരമായൊരു ഉണർവ് ആ ഷില്ലോങ്ങിനെ പിടിച്ച് കുലുക്കാനിടയായി. അവർ ഈ ഷില്ലോങ് റിവൈവൽ വെറും 6 മാസമേ നിന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം പുറകെ ഞാൻ പറയുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ ഒരു വിഷയം, ഒരു റിവൈവലിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് ദൈവസഭകൾക്കും ദൈവമക്കൾക്കും അല്ലെങ്കിൽ ദൈവജനത്തിനും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രയറാണ്, പ്രാർത്ഥന. ആദ്യകാലങ്ങളിൽ മുടിരാത്രി പ്രാർത്ഥനകൾ നമ്മുടെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം. ഇന്ന് എത്ര സഭകളിൽ ഈ മുടിരാത്രി പ്രാർത്ഥന ഉണ്ടെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഒരു റിവൈവലിന് വേണ്ടി, ഉണർവിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പേര്, അല്ലെങ്കിൽ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ ഒരിക്കലും DL മൂടി പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ പെട്ടെന്ന് ഒരു വലിയ കിരീടം ഇങ്ങനെ വരികയാണ്. കിരീടം വന്നപ്പോൾ അദ്ദേഹം ഈ കിരീടം തനിക്കാണെന്ന് മനസ്സിലാക്കി ഓടിയപ്പോൾ കിരീടം തനിക്ക് മുമ്പായി പോവുക. കുറേ ദൂരം ഈ കിരീടത്തിൻ്റെ പുറകെ പോയ DL മൂടി കാണുന്നത് ഒരു ചെറിയ കുടിലിനകത്ത് ഒരു അമ്മച്ചി, കുറേ പായകൾ അവിടെയുണ്ട്. ആ പായിൽ ഇരുന്ന് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച. ഈ കിരീടം നേരെ ഈ അമ്മച്ചിയുടെ തലയിലാണ് ചെന്ന് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു, പക്ഷേ നിൻ്റെ ശുശ്രൂഷയുടെ പുറകിൽ വലിയൊരു പ്രാർത്ഥനയുണ്ട്. റെയ്നാഡ് ബോംഗെ പോലെയുള്ള അഭിഷിക്തന്മാർ ലോകരാജ്യങ്ങളിൽ അവർ ക്രൂസേഡിന് വരുമ്പോൾ അവരുടെ ഈ സ്റ്റേജിൻ്റെ അണ്ടറിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പേരുണ്ടാവും. അപ്പോൾ പ്രാർത്ഥന ഇന്ന് ദൈവസഭകൾക്ക് നഷ്ടമായിരിക്കുകയാണ്. മുടിരാത്രി പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുടിരാത്രി പ്രാർത്ഥനയൊക്കെ ചിരിച്ചു തള്ളുകയാണ്.
പക്ഷേ കഴിഞ്ഞ ഈ 2 വർഷത്തിനകത്ത് വീണ്ടും ഇന്ത്യയുടെ ഒരു ഉണർവിൻ്റെ സ്റ്റാർട്ടിങ് ആകുന്നതിന് ഒരു തടസ്സമായി നിന്ന ആ പ്രയർ മൂവ്മെൻറ്റ് കഴിഞ്ഞ 2 വർഷങ്ങളായി കൊറോണയുടെ സീസണിൽ സഭകൾക്കകത്ത് വീണ്ടും തിരിച്ചു വരാൻ ഇടയായി. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ സഭകളിൽ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ചോദിച്ചൊരു വിഷയമാണ് എങ്ങനെ പ്രാർത്ഥിക്കണം. അതുപോലെ ഒരു വലിയൊരു പ്രാർത്ഥനാ മൂവ്മെൻറ്റ്, ഒരു പ്രയർ അനോയിൻറ്റിങ് ഉള്ള ഒരു കൂട്ടം പേര് സഭകൾക്കകത്ത് നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ടുള്ള നാളുകളിൽ വലിയൊരു ഉണർവ് കാണാൻ പോവുകയാണ്.